നമസ്കാരം. തൃശൂർ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. ആദ്യം വിസ്മയ ടോപ്പ് സ്റ്റോറി. ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. SSLC പരീക്ഷയ്ക്ക് വിപുലമായ സംവിധാനങ്ങളും ഒരുക്കങ്ങളുമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ജില്ലയിൽ 41,185 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. ഇന്ന് ടോപ്പ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് SSLC പരീക്ഷയാണ്. ടോപ്പ് സ്റ്റോറിയിലേക്ക്. 3 DOമാർക്ക് കീഴിൽ 260 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലും ഏറ്റവും കുറവ് ചാവക്കാട് ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലുമാണ് പരീക്ഷ എഴുതുന്നത്. 41,257 റെഗുലർ വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 21,666 പെൺകുട്ടികളും 19,591 ആൺകുട്ടികളുമാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുക. 325 പേർ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്കൂളുകളിലെല്ലാം തന്നെ പരീക്ഷയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഉഷാ കിരൺ പറഞ്ഞു. SSLC പരീക്ഷ 26-നാണ് അവസാനിക്കുക. വെള്ളിയാഴ്ചകളിൽ പരീക്ഷയില്ലെന്നത് വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകുമെങ്കിലും ശനിയാഴ്ചകളിൽ പരീക്ഷകളുള്ളത് വിദ്യാർത്ഥികളെ വലയ്ക്കും. പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ പരീക്ഷാ ചീഫ് സൂപ്രണ്ടിന്റെയും ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടിന്റെയും സാന്നിധ്യത്തിൽ ദേശസാൽകൃത ബാങ്കുകളിലും ട്രഷറികളിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങൾ സെന്റർ സെക്രട്ടറി ആയിട്ടുണ്ട്. ചീഫ് ഡെപ്യൂട്ടി ഒക്കെ റെഡിയാണ്. ഡെപ്യൂട്ടി ചീഫ് വേറൊരു സ്കൂളിൽ നിന്നാണ്. ചീഫ് ആണെങ്കിൽ അതാത് സ്കൂളിൽ HM തന്നെയാണ്, ഇല്ലെങ്കിൽ സീനിയർ അസിസ്റ്റന്റ് ആണ്. 260 സെന്റർ ഉണ്ട്. പിന്നെ 1000 കുട്ടികളുണ്ട്. 1000 ചിൽഡ്ര 41,115 കുട്ടികളാണുള്ളത് പരീക്ഷ എഴുതുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ട്രഷറികളിലും അതാത് ഏരിയയിലെ ട്രഷറികളിലും ബാങ്കിലുമായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. രാവിലെ പോയി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കൊണ്ടുവന്നിട്ടാണ് പരീക്ഷ. 10 മണിക്കൊക്കെ മിക്കവാറും സെന്ററുകളിൽ ക്വസ്റ്റ്യൻ എത്തും. ഉച്ചയ്ക്ക് 1 മണിക്ക് ആണ്, 1 മണിക്ക് ശേഷം 1:45 പരീക്ഷ തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് ശേഷം രാവിലെ ഹയർ സെക്കൻഡറി പരീക്ഷയുണ്ട്. ഇത്രയാണ്. ഹോൾ ടിക്കറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും റെഡിയാണ്. പിന്നെ പ്രൈവറ്റ് കാൻഡിഡേറ്റ്സ് ഒരു 325ഓളം കുട്ടികൾ പ്രൈവറ്റ് കാൻഡിഡേറ്റ്സ് എഴുതുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. ഇതുവരെ എല്ലാവരും റെഡിയാണ്. ഇവ പരീക്ഷാ ദിവസങ്ങളിൽ രാവിലെ തന്നെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള സൗകര്യവും വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. 2.5 മണിക്കൂറായാണ് പരീക്ഷാ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം 2 ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുക. 1-ാം ഘട്ടം ഏപ്രിൽ 1 മുതൽ 9 വരെയും 2-ാം ഘട്ടം ഏപ്രിൽ 16 മുതൽ 20 വരെയുമാണ്. 12 ദിവസത്തിനുള്ളിൽ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനാണ് തീരുമാനം. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനു മുന്നോടിയായി സ്കീം ഫൈനലൈസേഷൻ ക്യാമ്പുകൾ മാർച്ച് അവസാന ആഴ്ച നടത്താനും തീരുമാനമുണ്ട്. മാർക്കുകളുടെ ടാബുലേഷൻ ജോലികൾ പരീക്ഷാഭവനിലാണ് നടക്കുക. ഇത് ഏപ്രിൽ 3 മുതൽ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് വിസ്മയ. ഇനി വിസ്മയ ടുഡേ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തർക്കം തീരില്ല. അത് തെരഞ്ഞെടുപ്പ് കാലത്തെ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തെ പൊതു സ്വഭാവമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനത്തിനും നാളുകൾക്ക് മുമ്പേ അണിയറ ഒരുക്കങ്ങൾ തുടങ്ങിയവരാണ് ഇടതുപക്ഷം. വലതുപക്ഷത്തിന് എന്നും ഒരു നിലപാടുണ്ട്. ഒടുവിലെന്ന എല്ലാവർക്കും അറിയുന്ന നിലപാട്. തൃശ്ശൂരും ഇരിങ്ങാലക്കുടയും തമ്മിലൊരു വെച്ചുമാറ്റത്തെ അംഗീകരിക്കാൻ CPI എടുത്ത സമയം 3 ദിവസമാണ്. ഒടുവിൽ കീഴടങ്ങി. അതുതന്നെയായിരുന്നു JSSന്റെയും നിലപാട്. 5 വേണമെന്ന് പറഞ്ഞിട്ട് 4-ൽ കീഴടങ്ങി. പിന്നീട് അത് കയ്പമംഗലം വേണ്ട, കൊടുങ്ങല്ലൂർ മതിയെന്നായി. അതിനേക്കാൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടത് വ്യാപാരികളുടെ പ്രഖ്യാപനമായിരുന്നു. കോൺഗ്രസ് പിന്നെ കയ്യേലപ്പുറത്തെ തേങ്ങ തന്നെയാണല്ലോ. ഇന്നത്തെ ടുഡേയിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയമാണ്. ടുഡേയിലേക്ക്. സംസ്ഥാനത്തെ 9 മണ്ഡലങ്ങളിൽ വ്യാപാരികൾ മത്സരിക്കാനിറങ്ങുമെന്ന ഉഗ്രപ്രഖ്യാപനമായിരുന്നു ഞായറാഴ്ചയെ ശ്രദ്ധേയമാക്കിയത്. CPIയുടെയും JSSന്റെയും തർക്കങ്ങളും വാശിയും കൊടുമുടി കയറിയപ്പോഴും എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് മൂക്കുകുത്തി താഴേക്കുള്ളതാണെന്ന്. പ്രതീക്ഷിച്ചതുപോലെ അത് സംഭവിച്ചു. തൃശ്ശൂരും ഇരിങ്ങാലക്കുടയും തമ്മിലുള്ള ഒരു വെച്ചുമാറ്റം നാളുകൾക്ക് മുമ്പേ CPM മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ CPI തയ്യാറായില്ല. തലകുത്തി നിന്ന് ചർച്ച ചെയ്തിട്ടും ഒടുവിലെന്തായി? വെള്ളിയേട്ടന്റെ നിർദ്ദേശം അംഗീകരിക്കുകയല്ലാതെ ഒരു മാർഗവുമില്ലാതായി. പിന്നെ തൃശ്ശൂരിൽ ആരെ മത്സരിപ്പിക്കണമെന്ന ചർച്ചയായി. രാവിലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവിലും ധാരണയായില്ല. ഉച്ചകഴിഞ്ഞ് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും പ്രാഥമിക ധാരണ മാത്രം. തൃശ്ശൂരിൽ പാർട്ടി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. ബാലചന്ദ്രനെയാണ് മത്സരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നതിനാൽ കൂടിയാലോചനകൾക്കായി വീണ്ടും മാറ്റിവെച്ചു. ഇവിടെ VV രാഘവന്റെ മകൾ വിമല ടീച്ചറെയും കൗൺസിലർ സാറാമ റോബ്സണെയും ഗീതാ ഗോപിയെയുമാണ് പരിഗണിക്കുന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ ലിസ്റ്റിൽ VS സുനിൽകുമാറിന്റെ പേരുമില്ല. എന്നാൽ സുനിൽകുമാറിനെ ഉൾപ്പെടുത്തേണ്ടതിനെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ഉയർന്നു. കയ്പമംഗലത്ത് VS സുനിൽകുമാറും നാട്ടികയിൽ താന്യം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AK അനിൽകുമാറും
ഒല്ലൂരിൽ രാജാജി മാത്യു തോമസും കൊടുങ്ങല്ലൂരിൽ മന്ത്രി KP രാജേന്ദ്രനെ മാറ്റി സംസ്ഥാന കമ്മിറ്റി അംഗം KG ശിവാനന്ദനെയോ ജില്ലാ സെക്രട്ടറി CN ജയദേവനെയോ മത്സരിപ്പിക്കുന്നതിനാണ് ആലോചിച്ചിരിക്കുന്നത്. CPM ഏറ്റെടുത്ത ഇരിങ്ങാലക്കുട സീറ്റിൽ കോർപ്പറേഷൻ മുൻ മേയർ പ്രൊഫസർ R ബിന്ദുവിനെയും ജോസ് ചിറ്റ്ലപ്പിള്ളിയെയുമാണ് CPM പരിഗണിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പ്രൊഫസർ ബിന്ദുവിനാണ് സാധ്യത. സംസ്ഥാനത്തെ 9 നിയോജക മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീനും വൈസ് പ്രസിഡന്റ് ഡോക്ടർ M ജയപ്രകാശും ജോബ് ബി ചുങ്കത്തും തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂർ, തൊടുപുഴ, തൃക്കാക്കര, പാലക്കാട്, കോട്ടയം, കോഴിക്കോട്, പെരിന്തൽമണ്ണ, അമ്പലപ്പുഴ, കണ്ണൂർ ജില്ലയിലെ ഒരു മണ്ഡലം എന്നിവിടങ്ങളിലാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ രംഗത്തുണ്ടാകുകയെന്നും നേതാക്കൾ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തിങ്കളാഴ്ച ധാരണയാവുമെന്ന് അറിയുന്നു. ഇതിനിടയിൽ കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസിന്റെ മുന്നറിയിപ്പും കിട്ടിയിട്ടുണ്ട്. യുവാക്കളെ അവഗണിച്ചാൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. DCC നൽകിയ ലിസ്റ്റ് ചിലരുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ടുള്ളതാണെന്ന് ആരോപിച്ച് ജില്ലയിൽ പരിഗണിക്കേണ്ടവരുടെ പേരടങ്ങുന്ന മാരത്തോൺ ലിസ്റ്റ് കൈമാറിയ DCC നേതൃത്വം ചിലരുടെ താൽപര്യമാണ് സംരക്ഷിച്ചതെന്നും യുവാക്കളെ അവഗണിച്ചുവെന്നും യൂത്ത് കോൺഗ്രസ് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയെയും പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയെയും നേരിൽ സന്ദർശിച്ചാണ് യൂത്ത് കോൺഗ്രസ് കത്ത് നൽകിയത്. യുവാക്കളെ പരിഗണിക്കാതിരുന്നാൽ കോൺഗ്രസിനെതിരെ തങ്ങൾ തന്നെ രംഗത്തിറങ്ങുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രസിഡന്റിനെ അറിയിച്ചു. 8 പേരടങ്ങുന്ന യൂത്ത് കോൺഗ്രസിന്റെ ലിസ്റ്റ് പരിശോധിച്ച ശേഷം KPCC പ്രസിഡന്റ് ഇവരുടെ പേരുകൂടി DCC നൽകിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിസ്മയ ന്യൂസ്, തൃശൂർ. ഇനി വിസ്മയ ഫോക്കസ്. ഇതിലും നല്ലത് സ്വർണം വാങ്ങുന്നതാ എന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നു മലയാളിക്ക്. അധികം ദൂരെയല്ല, 3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ പൊതുവിപണിയിൽ മരുന്നിന് മാത്രമെത്തിയ സബോളയ്ക്ക് മലയാളി കൊടുത്ത വില പൊന്നിനേക്കാൾ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ സാധാരണ വിലയിലേക്ക് സബോളയുടെ വില ഇറങ്ങി. എടുത്തപ്പോഴും വില കൂടിയപ്പോഴും കരയിച്ച സബോള ഇപ്പോൾ ചിരിപ്പിക്കുകയാണ്. വില കുറഞ്ഞ സബോളയെക്കുറിച്ചാണ് ഇന്നത്തെ ഫോക്കസ് ചർച്ച ചെയ്യുന്നത്. ഫോക്കസിലേക്ക്. പൊന്നിന് വില കയറുന്നത് പുതുമയുള്ളതല്ല. അത് നിയന്ത്രിച്ചാലും മലയാളി വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ മലയാളി കുടുങ്ങിപ്പോയത് മറ്റൊരു വിലക്കയറ്റത്തിലായിരുന്നു. 3 മാസങ്ങൾക്ക് മുമ്പായിരുന്നു മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു നാൾ ഇടിവെട്ടിയതുപോലെ 12 രൂപയുണ്ടായിരുന്ന സബോളയ്ക്ക് വില കയറിയത് 40 രൂപയിലേക്ക്. പിന്നെ അത് കുതിപ്പായിരുന്നു. 50-ൽ നിന്നും 100-ലെത്താൻ വൈകിയില്ല. വിലയ്ക്ക് ബ്രേക്ക് വീണത് ഹോൾസെയിൽ വില 90 രൂപയിലാണ്. റീറ്റെയിൽ മാർക്കറ്റിൽ ഇതിന് 150 വരെ എത്തി. പൊന്നിന്റെ വിലക്കയറ്റത്തെ തൽക്കാലം തടയിടാനാവുമെങ്കിലും സബോളയുടെ വിലക്കയറ്റത്തെ ഒരു തരത്തിലും നിയന്ത്രിക്കാനായില്ല. കേരളത്തിലേക്ക് സബോള എത്തിയിരുന്ന മഹാരാഷ്ട്രയിൽ അപ്രതീക്ഷിതമായി കൂടിയ മഴയും ഉൽപാദന തകർച്ചയുമായിരുന്നു വിലക്കയറ്റത്തിന് കാരണമായത്. പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് വരെ കേരളത്തിലേക്ക് സബോള ഇറക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. എന്നാൽ പൊന്നിൻ വില കൊടുത്ത് സബോള വാങ്ങിക്കൊണ്ടിരുന്ന മലയാളിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് 9 രൂപയ്ക്ക് സബോള സുലഭമായി ലഭിക്കും. കഴിഞ്ഞ ദിവസം മുതലാണ് സബോളയുടെ കിലോ വില 9 രൂപയിലെത്തിയത്. ഇത് റീറ്റെയിൽ മാർക്കറ്റിൽ 14 രൂപ വരെയാണ് വിൽപ്പന വില. സബോളയുടെ ഉൽപാദനം വർദ്ധിച്ചതും കയറ്റുമതി നിയന്ത്രിച്ചതുമാണ് ഇപ്പോൾ വില കുറയാൻ കാരണമെന്ന് വ്യാപാര മേഖല വ്യക്തമാക്കുന്നു. സാധാരണ വരുന്നതിലും കൂടുതൽ സബോള ഇപ്പോൾ കേരള മാർക്കറ്റിൽ എത്തുന്നതായാണ് വ്യാപാരികൾ പറയുന്നത്. ഈ നില തുടരുകയാണെങ്കിൽ വില ഇനിയും കുറയാനാണ് സാധ്യതയെന്നും വ്യാപാരികൾ പറയുന്നു. വിസ്മയ ന്യൂസ്, തൃശൂർ. വിസ്മയ സ്പെഷ്യലാണ് ഇനി അടുത്തത്. കുടിവെള്ളത്തിനോടുള്ള അധികൃതരുടെ അവഗണന 5ാം ദിവസവും തുടരുകയാണ്. കനത്ത വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും വാട്ടർ അതോറിറ്റിയുടെ ചെമ്പൂക്കാവിലെ പ്രധാന ഓഫീസിന് സമീപത്ത് പൈപ്പ് ലൈനിൽ വെള്ളം ചോർന്നൊലിക്കുകയാണ്. ഇന്നത്തെ വിസ്മയ സ്പെഷ്യലിൽ ഈ കാഴ്ചയാണ്. സ്പെഷ്യലിലേക്ക്. പുതിയ റോഡ് പണി കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ ദുരവസ്ഥ ചെമ്പൂക്കാവ് റോഡിനെ വീണ്ടും കുളമാക്കുന്നത്. പ്രദേശത്തെ കുടിവെള്ള വിതരണം 5 ദിവസമായി മുടങ്ങിക്കിടക്കുകയാണ്. കുടിക്കാൻ വെള്ളമില്ലെന്ന പരാതികൾ നിരവധി കോർപ്പറേഷന് ലഭിച്ചിട്ടും പാഴാകുന്ന കുടിവെള്ളത്തെ ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിൽ അധികൃതരുടെ നിസ്സംഗതയും കോർപ്പറേഷന്റെ അലംഭാവവും തുടർക്കഥയാകുന്നു. റീജിയണൽ തിയേറ്ററിന് മുമ്പിലാണ് കുടിവെള്ളം പാഴാകുന്നത്. പൈപ്പ് ലൈൻ കോൺട്രാക്ടർ എബ്രഹാം മൂക്കനും പ്രശ്നത്തെ കൈയൊഴിഞ്ഞ നിലയിലാണ്. മാർച്ച് 31-ന് പൈപ്പ് ലൈൻ കോൺട്രാക്ട് കാലാവധി തീരാനിരിക്കുന്നത് കാരണമായി കണ്ടാണ് ഒഴിഞ്ഞുമാറുന്നത്. വേനൽ കനത്തതോടെ ജില്ലയിൽ പലയിടത്തും ശുദ്ധജലം ലഭിക്കാനില്ലാത്ത അവസ്ഥയാണ്. ഇതിനിടെയാണ് നഗരത്തെ വെള്ളം കൂടി മുട്ടിക്കാൻ പുതിയൊരു പൈപ്പ് ചോർച്ച. തുടക്കത്തിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും പൈപ്പ് ലൈനിന്റെ അവകാശത്തെ ചൊല്ലി തർക്കമുണ്ടായതാണ് ഇപ്പോഴത്തെ വെള്ളച്ചോർച്ചയ്ക്ക് കാരണം. വെള്ളം പാഴായി പോകുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കോർപ്പറേഷന് പരാതി നൽകിയിരുന്നു.
തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർക്കാകട്ടെ ഇത് തന്നെ ബാധിക്കുന്നതല്ലെന്നാണ് നിലപാട്. എന്തായാലും തിരഞ്ഞെടുപ്പല്ലേ വരുന്നത്, കാണാം കാഴ്ചകൾ. വിസ്മയ ന്യൂസ്, തൃശൂർ. കൂടുതൽ വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. പട്ലാത്ത് ഏജൻസീസ് എടക്കുന്നി പ്രമുഖ കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LCD, LED TV, DVD, ഹോം തിയേറ്റർ സിസ്റ്റംസ് തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും റെഡിയായും ഇൻസ്റ്റാൾമെന്റായും ലഭിക്കുന്നു. തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് എക്സ്ചേഞ്ച് ലഭ്യമാണ്. ആദ്യ തവണ 1000 രൂപ മുതൽ. പട്ലാത്ത് ഏജൻസീസ്, ഒല്ലൂർ എറണാകുളം റൂട്ടിൽ ESIക്ക് സമീപം. 9846087072 9846239216. ജില്ലയിലെ ഏറ്റവും വിലക്കുറവിൽ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും തവണ വ്യവസ്ഥയിലൂടെ സ്വന്തമാക്കാൻ ഒരു സുവർണാവസരം. കമ്പ്യൂട്ടേഴ്സ്, വെളിയന്നൂർ, തൃശൂർ. ഫോൺ 0487244455. വാർത്തകളുടെ വിസ്മയങ്ങളിലേക്ക്. ആറാട്ടുപുഴ ദേവസംഗമത്തോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന മകീര്യം പുറപ്പാട് ഭക്തിസാന്ദ്രമായി. തൊഴുകൈകളുമായി നിന്ന ആയിരങ്ങൾക്ക് ദർശനത്തിന്റെ പുണ്യം പകർന്ന് ആചാരപ്പെരുമയുടെ നിറവിലാണ് തേവർ പുറത്തേക്ക് എഴുന്നള്ളിയത്. കുംഭത്തിലെ നിറഞ്ഞ പകലിൽ മകീര്യം നക്ഷത്രത്തിൽ സമയം മാറാതെയായിരുന്നു തേവരുടെ ഇറക്കം. ഗ്രാമപ്രദക്ഷിണത്തിലെത്തുന്ന തൃപ്രയാർ തേവരെ വരവേൽക്കാൻ ഗ്രാമങ്ങൾ രാജകീയ പ്രൗഢിയിലാണ് ഒരുങ്ങിയത്. മാർച്ച് 18-നാണ് ആറാട്ടുപുഴ ദേവസംഗമം. 23 ദേശങ്ങളിൽ നിന്നുള്ള ദേവീദേവന്മാരാണ് ദേവസംഗമത്തിൽ പങ്കെടുക്കുക. ഇതിൽ 18 ദേവീദേവന്മാർ 15-ന് നടക്കുന്ന പെരുവനം പൂരത്തിൽ പങ്കെടുക്കും. 19-ന് പുലർച്ചെ ആറാട്ടുപുഴ പാടത്തെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ എല്ലാ ദേവഗണങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങുന്നു എന്നാണ് വിശ്വാസം. 68 ഗജവീരന്മാരാണ് ദേവർക്ക് പ്രതിനിധികളായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിചേരുക. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം മന്ദാരക്കടവിൽ ആറാട്ടും നടക്കും. വൈകിട്ട് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തിരുവാതിര വിളക്ക് തെളിഞ്ഞു. പഞ്ചവാദ്യങ്ങളുടെ അകമ്പടിയോടെ ഇന്ന് പുത്തൻകുളത്തിൽ തേവരുടെ ആറാട്ട് നടന്നു. വൈകിട്ട് തേവർ കാട്ടൂർ പൂരത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടു. നാളെ രാവിലെ ബ്ലാഹേൽ കുളത്തിലും വൈകിട്ട് കുറുക്കൻ കുളത്തിലും ആറാട്ട് നടക്കും. 15-ന് രാവിലെ വെന്നിക്കൽ ക്ഷേത്രത്തിൽ പറയെടുത്ത് കോതകുളത്തിൽ ആറാടിയ ശേഷം പാടത്ത് ചാലുകുത്തും. രാത്രി ഇല്ലങ്ങളിൽ പൂരത്തിന് ശേഷം നിയമവെടി മുഴക്കുന്നതോടെ തേവർ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടന്ന് മനകളിലെ പൂരത്തിൽ പങ്കെടുക്കും. 19-ന് ആറാട്ടുപുഴ പൂരം കഴിഞ്ഞെത്തുന്ന തേവരെ ഉത്രം വിളക്കിന് എഴുന്നള്ളിക്കും. ബാങ്ക് മാനേജർ ചമഞ്ഞ് പണം തട്ടാൻ ശ്രമിച്ചയാളെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി. ഒറ്റപ്പാലം പൊങ്ങമ്പാറ സ്വദേശി ശശിധരനെയാണ് പോലീസ് പിടികൂടിയത്. SBT ബാങ്ക് മാനേജറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നടവരമ്പ് മാന്തുരുത്തി വീട്ടിൽ കുമാരനിൽ നിന്നുമാണ് 5000 രൂപ തട്ടാൻ ശ്രമിച്ചത്. സംശയം തോന്നിയ കുമാരൻ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. 5000 രൂപ നൽകിയാൽ 1 ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് കുമാരനെ വിശ്വസിപ്പിച്ച് പണം തട്ടുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഇയാൾ ഇത്തരത്തിൽ മുമ്പും തട്ടിപ്പ് നടത്തിയതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു. മാധ്യമങ്ങളുടെ നിയന്ത്രണം കുത്തകകളുടെ കൈവശം വന്നതോടെ മാധ്യമങ്ങളുടെ ജനകീയത നഷ്ടപ്പെട്ടതായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ NP ചേക്കുട്ടി. അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമി വയലോപ്പള്ളി ഹാളിൽ സംഘടിപ്പിച്ച മാധ്യമ വിചാരവും മാധ്യമങ്ങളുടെ രാഷ്ട്രീയവും എന്ന സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമപ്രവർത്തകരും ആ ജീർണതയുടെ ഭാഗമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ ഉയർന്നുവരുന്ന വിഷയങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി അന്വേഷിക്കാൻ പോലും ഇന്നത്തെ മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ മാധ്യമ മുതലെടുപ്പ് നടക്കുന്നതായും മാധ്യമപ്രവർത്തകർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതായും ചേക്കുട്ടി കുറ്റപ്പെടുത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോയ് M. മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ B. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വെള്ളാഞ്ചിറയിൽ 8 വയസ്സുകാരിയെ പൊള്ളലേൽപ്പിച്ച പിതാവിനെ കൊടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. വേലൂർപ്പാടം തരണത്തൊടുകയിൽ അബ്ദുൾ അസീസിനെയാണ് കൊടകര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മകൾ ഫാത്തിമയെയാണ് അസീസ് ചട്ടുകം വെച്ച് പൊള്ളലേൽപ്പിച്ചത്. കൈക്കും കവിളിലും പൊള്ളലേറ്റ ഫാത്തിമയെ പുതുക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അസീസ് കഞ്ചാവിന് അടിമയാണെന്ന് നാട്ടുകാർ പറയുന്നു. അസീസ് സൂക്ഷിച്ചിരുന്ന പണമെടുത്തത് ഫാത്തിമയാണെന്ന് ആരോപിച്ചാണ് കുട്ടിയെ പൊള്ളലേൽപ്പിച്ചത്. അസീസും 2 കുട്ടികളും തനിച്ചാണ് താമസം. അസീസിന്റെ ഭാര്യ ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. രാവിലെ കുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാർ അസീസിന്റെ ഭാര്യാമാതാവായ ഖദീജയെ വിവരമറിയിക്കുകയും തുടർന്ന് ഫാത്തിമയെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. വേലൂർപ്പാടം സെന്റ് പൈസ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ. സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞാണി പുത്തൻകുളത്തിന് സമീപം പാണ്ടിയത്ത് രാമനുണ്ണിയുടെ വീട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പുള്ളു സ്വദേശി 63 വയസ്സുള്ള രാഘവ മേനോനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ സെക്യൂരിറ്റി മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മോട്ടോർ വാഹന നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P. വിജയൻ അറിയിച്ചു. നാളെ മുതലാണ് ഈ നിയമം കർശനമാക്കുക. നിയമം തെറ്റിക്കുന്ന